അഞ്ജലിക്കൊക്കെ കാണിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ന്യൂ ബോൺസിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബേബിക്ക് വേണ്ട ഡ്രസ്സ് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ജംപ് സ്യൂട്ടാണ് കേട്ടോ. ജംപ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്, കൈയുടെ ഭാഗം ക്ലോസ്ഡ് ആണ്, കാലിൻ്റെ ഭാഗവും ക്ലോസ്ഡ് ആണ്. ന്യൂ ബോൺസിന് തണുപ്പിനോട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടും തണുപ്പടിക്കാതെ നല്ല കട്ടിയുള്ള ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കെട്ടുടുപ്പൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നല്ല ജംപ് സ്യൂട്ടാണ്. അപ്പം നല്ല ചൂടോടുകൂടി ഇരിക്കാൻ പറ്റും. ഇപ്പം ഇതിലാണെങ്കിൽ കൈ ക്ലോസ്ഡ് ആണ്, കാലും ക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങനെയല്ലെങ്കിൽ നമുക്കിത് സോക്സ് യൂസ് ചെയ്യുക. പിന്നെ സോക്സ്, പിന്നെ വേണ്ടത് നമുക്കിത് മിറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് കയ്യിലിട്ട് കൊടുക്കാനായിട്ട് മിറ്റൻസ് ഉണ്ട്. കാലിലാണെങ്കിൽ സോക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ആ പോർഷൻ കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് ക്യാപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ അത് വേണ്ടത് ക്യാപ്പ് കണ്ടോ. അപ്പോൾ ക്യാപ്പുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഡ്രസ്സുകൾ വേണമെങ്കിൽ ഇവിടെ ചെറിയ ഡ്രസ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ചെറിയ റോംബേഴ്സ്, ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ടർക്കി, നെക്സ്റ്റ് വൺ ടർക്കിയാണ്. ടർക്കി ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം, ഇതുപോലത്തെ കോട്ടൺ ടർക്കിയിൽ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ നല്ല കോട്ടൺ ടർക്കിയിൽ നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കാം ബേബീനെ. പിന്നെ ഭയങ്കര നല്ല തണുപ്പാണ്, നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് നല്ല കട്ടിയുള്ള ഷീറ്റ് ഉണ്ട്, കട്ടിയുള്ള നല്ല ടർക്കി. അപ്പം ബേബീനെ ഒന്ന് കിടത്തുന്നതിനോ അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് പിടിക്കുന്നതിനൊക്കെ നമുക്കിത് യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ചെറിയ ടവൽസ് പോലത്തെ ഇതെന്തെങ്കിലും നമുക്ക് ചുണ്ടൊക്കെ തുടച്ച് കളയാനായിട്ടുണ്ട്, മുഖമൊക്കെ ഒന്ന് തുടച്ച് കളയാനായിട്ട് ഇതുപോലത്തെ ടവൽസ് കിട്ടും. ഇത് നല്ലതാണ്, വാങ്ങിക്കാൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത വേണ്ടത് ബിബ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ കഴുത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡ്രസ്സേലൊന്നും ആവില്ല. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഡ്രൈ ഷീറ്റാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് നമുക്ക് പിള്ളേരെ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഡയപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് കിടത്താനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ വേണ്ടത് ഡയപ്പർ കണ്ടോ, ന്യൂ ബോൺസിൻ്റെ ഡയപ്പർ വാങ്ങിക്കുക. വെച്ച് കുറച്ച് ക്വാളിറ്റി ഉള്ളത് മേടിക്കുകയായിരിക്കും നല്ലത്. നമുക്ക് അറിയില്ലല്ലോ ന്യൂ ബോൺസിൻ്റെ സ്കിന്ന്. ഡയപ്പർ കിട്ടുമ്പോൾ റാഷസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രീമിയം ക്വാളിറ്റി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യ മാസങ്ങളിലേക്ക് അതായിരിക്കും നല്ലത്. പിന്നെ വൈപ്സ് നമ്മൾ ഏതെങ്കിലും നല്ല വൈപ്സ്, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തായി നമുക്ക് ബേബീനെ കിടത്താനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ചെറിയൊരു ബേബി പില്ലോ ഉണ്ട്. ഈ ബേബി പില്ലോ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ ടൈപ്പ്, ഇവിടെ മിഡിൽ പോർഷൻ കുഴിഞ്ഞ ടൈപ്പ് മേടിക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മളിങ്ങനെ ക്ലോത്ത് ചുരുട്ടി വെക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, തല ചിലപ്പം അത് തുറന്നും പോവും, തല നേരെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ബേബി ചെറിയ പില്ലോസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികൾ തല നന്നായിട്ട് നേരെ വെക്കുകയും ചെയ്തോളും. പിന്നെ ഇത് ബേബി നെസ്റ്റ് നമുക്ക് കുട്ടികളെ എടുക്കാനൊക്കെ പാടാണെങ്കിൽ, എടുക്കാൻ അറിയില്ലാത്തവർക്കൊക്കെ ബേബി നെസ്റ്റിൽ ഇരുത്തി എടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കാനുണ്ടെങ്കിൽ അത് ഇതിൽ വെച്ചിട്ട് ക്യാരി ചെയ്താൽ നല്ല ഈസിയാണ്. പിന്നെ എന്താ ഗുണം എന്ന് വെച്ചാൽ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒട്ടും തണുപ്പടിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ കിടത്തുവാണെങ്കിൽ നന്നായിട്ട് ബേബി ഉറങ്ങിക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളാണിത്. ഇത് ഫീഡിങ് പില്ലോയാണ്. ഇതുണ്ടല്ലോ, ഇത് ശരിക്കും യൂസ്ഫുള്ളാണ്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് ബേബിക്കും സെക്കൻഡ് ബേബിക്കും ഒന്നും ഇത് ഉപയോഗിച്ചില്ല കേട്ടോ. പക്ഷേ തേർഡ് ബേബിക്ക് ഇത് യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. നമുക്ക് പാല് കൊടുക്കാൻ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ബേബി പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ബാക്ക് പെയിനും വരില്ല, നമുക്ക് കുനിഞ്ഞിരിക്കേണ്ട, നല്ല ഈസിയാണിത്. അപ്പം എനിക്കിത് ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ട് നല്ല യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അത് കണ്ടോ, ചെറിയ നെയിൽ കട്ടർ. അത് നമുക്ക് ബേബീസിൻ്റെ നെയിൽസൊക്കെ കട്ട് ചെയ്യാനായിട്ട് അവർക്ക് കൈയൊന്നും മുറിയാതെ നമുക്ക് നല്ല ഇത് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്രണ്ടിൽ വരുന്ന ടൈപ്പ് നെയിൽ കട്ടർ നല്ല എളുപ്പമായിരിക്കും. ഇത് പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ അത്യാവശ്യമായിട്ടൊന്ന് കൈ പിടിച്ചേക്കുക. എന്തെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് ബേബിക്ക് കൊടുക്കാമല്ലോ. അപ്പം എന്തെങ്കിലും അതിൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഫോർമുല ഫീഡ് കൊടുക്കുന്നവർക്കാണെങ്കിലും അത്യാവശ്യമാണ് കേട്ടോ ഇത്. കുളിപ്പിക്കാൻ വേണ്ട സാധനങ്ങൾ അത്യാവശ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ടബ് പോലെ എന്തെങ്കിലും. അത് ഞാൻ എടുത്തിട്ടില്ല, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മതി, അത് വേണം. പിന്നെ വേണ്ടത്, പിന്നെ കുളിപ്പിക്കാൻ ഞാൻ ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പം ഇത് വെന്ത വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കുന്നവർക്കാണെങ്കിൽ അത് മതി കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടും വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതൊരു ചെറിയ തോർത്താണ്. അപ്പോൾ തോർത്ത് അത്യാവശ്യം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ചെറിയ തോർത്തുകളില്ല, ചെറിയ തോർത്തുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാനൊക്കെ ഏറ്റവും ഈസി ആയിരിക്കും. ഒരു 2 മാസം വരെ ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യണ തോർത്തിൻ്റെ ചിലപ്പോൾ അത് ചെറിയ തോർത്ത് കിട്ടിയില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുവാണെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹിമാലയയുടെ സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിമാലയയുടെ ആയിരിക്കും. ഹിമാലയയുടെ ബേബി ബാത്ത്, ഹിമാലയയുടെ ബേബി ഷാംപൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബി ലോഷൻ ഹിമാലയയുടെ നല്ല സെറ്റാഫിലിൻ്റെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഹിമാലയയുടെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കുറച്ച് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു റേഞ്ചിലായിരിക്കും. സെറ്റാഫിലിൻ്റെ കുറച്ചുകൂടെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ നല്ലതാണ്. പിന്നെ വേണ്ടത് ഇത് ഡയപ്പർ റാഷ് ക്രീം. അതെന്തായാലും മസ്റ്റാണ്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് മെഡിസിൻസ് പിള്ളേർക്ക് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ട് വൈറ്റമിൻ D3 വേണം. പിന്നെ വൈറ്റമിൻ D, പിന്നെ എന്നാൽ എനിക്ക് തോന്നുന്നു അയണിൻ്റെ മെഡിസിൻ ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റമിൻ D എന്തായാലും മസ്റ്റാണ്. പിന്നെ നമുക്ക് നേസൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എപ്പിസാൽ, അതും അത്യാവശ്യമാണ്. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കണ്ടോ ചെറിയ റാറ്റിൽസ്, അതും നമുക്കൊക്കെ ചെറുതായിട്ടൊന്ന് കിലുക്കിയൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതും നമുക്ക് ബേബിക്ക് വേണ്ട ഒരു എസെൻഷ്യലാണെന്ന് പറയാം. ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻസായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് ഒന്ന് കമൻസായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.